അതിലൂടെയാണ് അവർ പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത് ഇങ്ങനെ വേസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർ കാണുന്നത്. അത് അവർ അനുകരിക്കും. അതിൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും? ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് മുഴുവനും നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് വരാനുള്ള കാരണം ആ വ്യക്തി ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ പ്രശ്നമാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ്. ആ വ്യക്തി അത് ഊരാൻ നോക്കുകയാണ്, ടൈറ്റ് ആക്കാൻ നോക്കുകയല്ല എന്നാണ്. അതുമാത്രമല്ല, സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി ബോംബ് വെക്കുകയായിരിക്കും എന്നൊക്കെയാണ് കമന്റ് ബോക്സിലുള്ളത്. ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അത് റിവേഴ്സ് വീഡിയോ ആണെന്നാണ്. പക്ഷെ എനിക്ക് കണ്ടിടത്തോളം അത് റിവേഴ്സ് വീഡിയോ അല്ല. അതെന്തുമാവട്ടെ, ഞാൻ ആ വീഡിയോനെ വെളുപ്പിക്കാനുള്ള ശ്രമമൊന്നുമല്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുള്ളത്, നമുക്കറിയാം അധിക പേരും ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നെഗറ്റീവ് കണ്ടുപിടിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ നമ്മൾ എല്ലാത്തിൽ നിന്നും പോസിറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം വേറെ ഒന്നുമല്ല. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടീസ് ആണ്. അത് റോഡ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റു ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, ബിൽഡിങ്സ് ആവട്ടെ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ആവട്ടെ, എന്തിന് സൈൻ ബോർഡ്സ് ആവട്ടെ, സിഗ്നൽസ് ആവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? ഒരിക്കലുമല്ല. ഈ രാജ്യത്തുള്ള ഓരോ ജനങ്ങളുടെയും, പ്രത്യേകിച്ചും ആരാണോ അത് ഉപയോഗിക്കുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ജനങ്ങളിൽ നിന്നും പിരിച്ച നികുതി പണത്തിൽ നിന്നാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ ജനങ്ങളുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. ഇപ്പോൾ റോഡ് പൊട്ടിപ്പൊളിയുന്നത്, പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ് അത് ശരിയാക്കുക എന്നുള്ളത്. എന്നാൽ ഈ പറഞ്ഞ അതേ റോട്ടിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനു പറഞ്ഞു പ്ലാസ്റ്റിക് വേസ്റ്റസ്, അങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റസ് ഈ റോഡിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കാരണക്കാരാരാണ്? നമ്മളൊക്കെ തന്നെയാണ്. അത് അവിടെയൊക്കെ നിക്ഷേപിക്കുന്നത്. ചില ആളുകൾ വീട്ടിലെ വേസ്റ്റുകൾ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുണ്ട്. എന്തിനേറെ പറഞ്ഞു, വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു കടയിൽ നിന്നും എന്തെങ്കിലും വാങ്ങിച്ചു. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു മിഠായി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ചു. ആ ബോട്ടിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ കളയുന്നത് അവിടെ ആയിരിക്കും, പബ്ലിക് പ്ലേസിലായിരിക്കും. അല്ലെങ്കിൽ ആ മിഠായി കഴിച്ചിട്ട് അതിന്റെ പാക്കറ്റ് നമ്മൾ അവിടെയാണ് കളയാറ്. അതായത് ഏകദേശം 80% പേരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് കണ്ടു പഠിക്കുന്ന ഒരു തലമുറയുണ്ട്, ന്യൂ ജനറേഷൻ, നമ്മളുടെ കുട്ടികൾ. ഈ കുട്ടികൾ ഇത് നോർമലൈസ് ചെയ്യുകയാണ്. കാരണം അവരത് ചെയ്യുന്നുണ്ട്, എൻ്റെ പാരൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്, എനിക്ക് പരിചയമുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നേ അവർ വിചാരിക്കും. ഈ സിവിക് സെൻസ് ഇല്ല എന്ന് പറയും. ഈ സിവിക് സെൻസ് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നും മാത്രം പഠിക്കേണ്ട ഒരു കാര്യമല്ല. സ്കൂളിൽ നിന്നും 10-20% മാത്രമേ ഈ സിവിക് സെൻസിനെ കുറിച്ച് കുട്ടികൾ പഠിക്കുകയുള്ളൂ. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ സിവിക് സെൻസിനെ കുറിച്ച് പഠിക്കുക, ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ കുട്ടികൾ കൂടുതൽ കാര്യങ്ങളും പഠിക്കുക ഒബ്സർവേഷനിലൂടെയാണ്. എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കരമായി ഒബ്സർവ് ചെയ്യും. അതിലൂടെയാണ് അവർ പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത് ഇങ്ങനെ വേസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർ കാണുന്നത്. അത് അവർ അനുകരിക്കും. അതിൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. എന്ന് വെച്ച് ഈ വേസ്റ്റ് പിന്നെ അന്വേഷിച്ച് നടന്ന് അതിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. കാരണം പല പബ്ലിക് പ്ലേസസിലും ഈ വേസ്റ്റ് ബിൻ കാണാറില്ല. കാണുന്ന സ്ഥലങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ പല സാഹചര്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പബ്ലിക് പ്ലേസിൽ തന്നെ അത് ഡിസ്പോസ് ചെയ്തിട്ട് പോവുകയാണ് പതിവ്. ആ പതിവ് മാറ്റണം. അതിന് പകരം നമ്മുടെ പോക്കറ്റ്സിലോ ഇല്ലെങ്കിൽ ബാഗ്സിലോ ആ വരുന്ന വേസ്റ്റ് എന്താണോ, കവറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭദ്രമായി നമ്മുടെ ബാഗിലോ പോക്കറ്റിലോ വെച്ചിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ വീട്ടിലുള്ള ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർ അത് പഠിക്കും. അതായത് പബ്ലിക് പ്ലേസസിൽ ഈ പറയുന്ന വേസ്റ്റുകൾ ഇടാൻ പാടില്ല, അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇടണം എന്ന ഒരു കാര്യം അവർ പഠിക്കും. അങ്ങനെ വരുമ്പോൾ അവർ അത് ചെയ്യില്ല പിന്നീട്. അങ്ങനെയാണ് കുട്ടികളിൽ സിവിക് സെൻസ് വളർത്തേണ്ടത്. അതുപോലെ തന്നെ
നമ്മൾ റോട്ടിലൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത് കാണാം. അതുപോലെ ഞാൻ കുറെ വീഡിയോസ് കാണാറുണ്ട്. ഈ സൈൻ ബോർഡ്സ് ഒക്കെ കാട് പിടിച്ചിട്ട് വൃത്തിയാക്കുന്ന ആളുകൾ. അവർ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അവരത് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം ഒരുപക്ഷെ. എന്നിരുന്നാലും അവർ ചെയ്യുന്നത് നല്ലൊരു മെസ്സേജാണ്. ഈ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. അതായത് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ ഞായറാഴ്ചകളിൽ നമ്മളെ കുട്ടികളും വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കി അങ്ങനെ സമയം കളയാറാണ് പതിവ്. അത് മാറ്റി ഞായറാഴ്ചകളിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കുട്ടികളെയും കൂട്ടി പുറത്തു പോയി റോഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അതുപോലെ ഇതുപോലുള്ള കാടും കാര്യങ്ങളൊക്കെ വെട്ടി ക്ലിയറാക്കി ഈ സൈൻ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു ബോധം വരും. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സംസാരിക്കും കുട്ടികളോട്. അപ്പൊ കുട്ടികൾക്കും സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഇപ്പം പാരന്റ്സ് ഒക്കെ പറയുന്ന ഒരു പ്രശ്നം, എൻ്റെ കുട്ടിക്ക് പുറത്തുപോയി എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് അറിയില്ല, ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം എന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതിനൊക്കെ ഒരു പരിധി വരെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് കൂടുതൽ സമയം മൊബൈൽ ഫോണിലാണ് ചെലവഴിക്കുക. അതുപോലെ അവർക്ക് ഒരു കാറോ അല്ലെങ്കിൽ ബൈക്കോ വാങ്ങിച്ചു കൊടുത്തതിനാൽ അതാണ് അവരുടെ ലോകം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ആ ലോകത്തിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് ഇതേപോലെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഫ്രീ ഹോളിഡേയ്സിലൊക്കെ ഇവരെയും കൂട്ടി പുറത്ത് നാട്ടുകാരുമായി ഒന്ന് പരിചയപ്പെടുത്തി നാട്ടുകാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും എങ്ങനെ ഒരാളോട് പെരുമാറണം, എങ്ങനെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. അത് ബോധിപ്പിച്ചു കൊടുക്കേണ്ടത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് അങ്ങനെ എടുക്കണമെന്നില്ല. പക്ഷേ അവരെ കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരതൊക്കെ ഒബ്സർവ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവർ കുറെ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ അവർ നല്ലൊരു വ്യക്തിത്വമായി മാറും. നമ്മൾ നല്ല കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ ആ വ്യക്തി ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ആ ഒരു ഹാൻഡിൽ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് അതൊരു KSRTC ഒന്നും അല്ലാന്ന് തോന്നുന്നു. KSRTCന്റെ കമന്റ്സ് ഒക്കെ അതിലുണ്ട്, പക്ഷേ KSRTC അല്ലാന്ന് തോന്നുന്നു. അതൊരു പ്രൈവറ്റ് ബസ്സാണെന്ന് തോന്നുന്നു. എന്തുമാവട്ടെ, ആ വ്യക്തിക്ക് പേഴ്സണലി അതിനെ കൊണ്ട് വലിയൊരു ഗെയിൻ ഒന്നുമില്ല. പക്ഷേ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വ്യക്തി അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ള പൊതു നന്മയ്ക്ക് വേണ്ടി കുട്ടികളെ പ്രാപ്തമാക്കുക. അതിലൂടെ നല്ലൊരു പുതിയ തലമുറ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അല്ലാതെ സിവിക് സെൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെയോ അല്ലെങ്കിൽ ഇപ്പോൾ മുതിർന്നവരെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാറണം. ഒരു 50% പേർ മാറിക്കഴിഞ്ഞാൽ കാണുന്ന മറ്റുള്ളവർ സ്വമേധയാ മാറണം. അവർക്ക് അല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സിവിക് സെൻസ് ഉള്ള നല്ലൊരു തലമുറയായി, നല്ലൊരു സമൂഹമായി നമുക്ക് മുഴുവനായിട്ട് മാറ്റാൻ പറ്റും.